ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ റമളാൻ കരീം, നമ്മുടെ ഫസ്റ്റത്തെ നോമ്പ് ദാ ഇവിടെ തുടങ്ങിയല്ലേ. നല്ലൊരു മാസമാക്കി എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇടയത്താഴത്തിന് എണീറ്റേക്കുവാണേ. അപ്പോൾ 4 മണി കഴിഞ്ഞപ്പോൾ എണീറ്റു. 5:30-ക്കാണല്ലോ സുബഹി ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ 4 മണിക്ക് എണീറ്റു കേട്ടോ. തലേന്ന് ഞാൻ ചോറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറക്കി മാത്രമല്ല, അത് വടിച്ച് വിട്ടിട്ടാണ് കിടന്നത്. പെട്ടെന്ന് വേവുന്ന ചോറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് കുക്കറിൽ തന്നെ വെച്ച് വെളുപ്പിനെ വടിക്കാം എന്നോർത്താൽ പായസമായി പോകും. അതിലും നല്ലത് രാത്രി വടിച്ചിടുന്നതാണല്ലോ. അങ്ങനെ ഞാനിതാ വടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വന്നതേ നൂർത്തി വെച്ചതാണ് കേട്ടോ. ചൂടൊന്നും പോയിട്ടില്ല. അത്യാവശ്യം ഉണ്ണാനൊക്കെയുള്ള ചൂടൊക്കെ ഉണ്ട്. പിന്നെ രാത്രി ഞാൻ രസവും വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി കറിക്ക് കിഴങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയത്താഴത്തിന് അത്രയ്ക്ക് വലിയ കറികളുടെ ഒന്നും ആവശ്യമില്ല. എനിക്കൊരു രസം ഉണ്ടെങ്കിലോ ഒരു ഇറച്ചി പൊരിച്ചതുണ്ടെങ്കിലോ ഒക്കെ മതി കേട്ടോ. ഇന്ന് ഇറച്ചിയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ വാങ്ങിക്കുമല്ലോ. ഇനി ഇറച്ചിയും എല്ലാം കാണും. അപ്പം ആണെങ്കിലും കാണും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി വൈകുന്നേരം ഇനി അപ്പം ഉണ്ടാക്കി വെക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ ചോറങ്ങ് ആക്കിയതാണേ. അപ്പോൾ അബുവും പറഞ്ഞു ചോറ് മതിയെന്ന്. പിന്നെ അവൻ നോമ്പ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ബാദുവിനെ ഇടയ്ക്ക് വെക്കണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം അവന് 10 നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നേ. അവന് 7 വയസ്സായിട്ടേ ഉള്ളൂ ഇപ്പം. പിന്നെ അബു ഇൻഷാ അല്ലാഹ് 3 വർഷമായിട്ട്, അതായത് അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ട് അവന് ഫുള്ള് നോമ്പ് വെക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ 3 വർഷം, ഇനിയിപ്പോൾ അവൻ 3ാമത്തെ വർഷമാണ്. ഫുള്ളായിട്ട് പിടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇൻഷാ അല്ലാഹ് അവന് ഫുള്ളും കിട്ടട്ടെ എന്ന് ദുആ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങ് പൊരിച്ചു, മുട്ടയൊക്കെ പൊരിച്ച്, ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് അവരെ പോയി വിളിച്ചു വിട്ടു കേട്ടോ. പിന്നെ ഇതാ അവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫുഡടി ആദ്യം കഴിഞ്ഞേ. പിന്നെ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയിട്ട് സുബഹി ബാങ്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗൈസ് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് എണീറ്റ് വന്നു. ഇനി ഇബാദിനെ സ്കൂളിൽ വിടണം. അപ്പോൾ ചോറൊക്കെ ഇരിപ്പുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് അവന് കൊടുക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ അണ്ണച്ചി പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അത് ആവി കയറ്റണം. അവന് മാത്രം കൊടുത്തു വിട്ടാൽ മതിയല്ലോ. പിന്നെ കടലക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതും ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മറിയൂസിനുള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് അടുക്കി പെറുക്കി വെക്കുവാണ്. ഇനിയും പാത്രങ്ങൾ അതാ കഴുകാനായിട്ടും കിടക്കുന്നുണ്ട്. നമ്മുടെ ഇടയത്താഴം കഴിച്ചതിൻ്റെ പാത്രങ്ങൾ തൊട്ട് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ ഹസ്ബൻഡ് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ബീഫ് കറി വെക്കാനാണ്. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കണം ഇനി. അപ്പോൾ ഇതാ നല്ല അടിപൊളി ബീഫൊക്കെ വാങ്ങിച്ചു. പിന്നെ കറിവേപ്പിലയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ തന്നെ റൊട്ടി പരത്താനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. ഉച്ച കഴിഞ്ഞാൽ എനിക്ക് തീരെ എനർജി ഇല്ല. പിന്നെ കുറച്ച് പത്തിരിയും കുറച്ച് തിക്കിടിയും ആക്കാനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫൊക്കെ കഴുകി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ റൊട്ടിയൊക്കെ കുഴച്ച് നെക്കി, മറ്റേ ചപ്പാത്തി പ്രസ്സിൽ നെക്കിയിട്ട് പരത്തിയെടുക്കും കേട്ടോ. ഇങ്ങനെ കുഴൽ വെച്ച് പരത്തിയെടുക്കൂലേ, അങ്ങനെ പരത്തിയെടുത്ത് ആണ് പത്തിരി ഞാൻ ഉണ്ടാക്കുന്നത്. ഈ മറ്റേ നോമ്പ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചുമ്മാ നെക്കി ചുട്ടെടുക്കത്തേ ഉള്ളൂ. ഇത് നമ്മളെന്തായാലും നോമ്പിന് ഒരു ഇച്ചിരി അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കേണ്ട ഗൈസ്, അതാണ് കേട്ടോ. മേടിക്കാം എങ്കിലും ഇടയ്ക്കൊക്കെ മേടിച്ചാൽ പോരെ. ഇനിയും 30 ദിവസം കിടപ്പുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാ ഞാൻ നിസ്കരിക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിന് മുന്നേ കുറച്ചൊന്ന് ഓതി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതാ ആദ്യം തിക്കടി ഇട്ടു കേട്ടോ ഗൈസ്. പിന്നെ ബീഫ് കറിയും ഇതാ അപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം പോയി കിടക്കണേ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ, നല്ല ചൂടും ഒക്കെയാണ്. പിന്നെ ഞാൻ വൈകുന്നേരം എണീറ്റിട്ടാണ് സമൂസയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഉറങ്ങിയില്ല, വെറുതെ കിടന്നു. ഇത് കണ്ടില്ലേ, ലീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തരിക്കഞ്ഞി, പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട്, തിക്കിടിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബീഫ് കറി ഉണ്ട് കേട്ടോ. പിന്നെ ഗൈസ് സമൂസ, മുട്ട സമൂസയാണേ, അതും ആക്കി വെച്ചിട്ട്. ഗൈസ് നമുക്കില്ലേ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയാണ് കേട്ടോ. ജീരകക്കഞ്ഞി എന്ന് പറയില്ലേ, ഞങ്ങളുടെ ഇവിടെ പറയുന്നത് പക്ഷേ ഉലുവാക്കഞ്ഞി എന്നാണേ.
നോമ്പ് തുറക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ നോമ്പ് തുറ വിഭവങ്ങൾ കേട്ടോ. സമൂസ ഉണ്ട്, തണിമത്തങ്ങ, മുന്തിരിങ്ങ, പിന്നെ തരിക്കഞ്ഞി, ഫ്രൂട്ട് സലാഡ്, അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പിന്നെ ഉലുവാക്കഞ്ഞി, നാരങ്ങാ വെള്ളം, പച്ചവെള്ളം. ഇത്രയും കൊണ്ട് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് ഇതാ ഞാൻ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുവാണ്. വേറെ ആരും ഇല്ല കേട്ടോ, ഹസ്ബൻഡും മക്കളും പള്ളിയിൽ നിന്നാണ് തുറക്കുന്നത്. അവിടെ കഞ്ഞിയും കടിയും ചായയും ഒക്കെ കിട്ടുവേ. അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീട്ടിലേക്ക് വരുന്നത്. ആ സമയം കൊണ്ട് ഞാനിതാ ഓരോ കടിയൊക്കെ എടുത്ത് നിന്നിട്ട് വെള്ളവും കുടിച്ച് തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. ഇനി ഇപ്പോൾ ഒന്നും അപ്പം കഴിക്കില്ല, ഞാനിനി തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കഴിക്കത്തുള്ളേ. പിന്നെ എൻ്റെ കൂടെ കൂട്ടിനിതാ ഈ പെണ്ണുണ്ട് കേട്ടോ. അവൾ ഓരോന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടിച്ചിട്ട് വെക്കുകയാണ്. ആൾക്കൊന്നും വേണ്ട കേട്ടോ, കുറേ വെള്ളവും അവൾ കുടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇതാ ഇന്നത്തെ വീഡിയോ എൻ്റെ റമളാൻ്റെ വിശേഷം. അൽഹംദുലില്ലാ അങ്ങനെ ഒരു നോമ്പ് ഇതാ എത്ര പെട്ടെന്ന് പോയല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലെ റമളാൻ്റെ വിശേഷം ഇത്രയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.